ചോദ്യപേപ്പർ ചോർച്ച കേസിൽ റിമാൻഡിലായ അൺഎയ്ഡഡ് സ്കൂളിലെ ജീവനക്കാരനായിരുന്ന അബ്ദുൾ നാസറിനായി കസ്റ്റഡി അപേക്ഷ നൽകാനൊരുങ്ങിയ അന്വേഷണ സംഘം MS സൊല്യൂഷൻസിലെ അധ്യാപകന് ചോദ്യപേപ്പർ ചോർത്തി നൽകിയത് മലപ്പുറം മഅദിൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്യൂണായ അബ്ദുൾ നാസറാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി അബ്ദുൾ നാസറിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടുന്നുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് SP പറഞ്ഞു. മലപ്പുറം മേൽമുറി മഅദിൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്യൂണായിരുന്നു റിമാൻഡിലായ അബ്ദുൾ നാസർ. അറസ്റ്റിലായതോടെ അബ്ദുൾ നാസറിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. MS സൊല്യൂഷൻസിലെ അധ്യാപകനായ ഫഹദുമായുള്ള അബ്ദുൾ നാസറിന്റെ ബന്ധമാണ് അന്വേഷണത്തിൽ നിർണായകമായത്. അബ്ദുൾ നാസർ ചോദ്യപേപ്പറുകളുടെ ഫോട്ടോ എടുത്ത് ഫഹദിന് അയച്ചു കൊടുക്കുകയായിരുന്നുവെന്ന് പ്രതി സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഏതൊക്കെ പരീക്ഷയുടെ ചോദ്യങ്ങൾ ചോർത്തി, എത്ര കാലമായി ചോദ്യപേപ്പർ ചോർത്താൻ തുടങ്ങിയിട്ട്, ആരൊക്കെ ഇതിൽ പങ്കാളികളാണ്, എന്തായിരുന്നു ചോദ്യപേപ്പർ ചോർത്തലിൽ അബ്ദുൾ നാസറിനുള്ള ലാഭം തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അതിനാണ് അബ്ദുൾ നാസറിനെ കസ്റ്റഡിയിൽ വാങ്ങാനൊരുങ്ങുന്നത്. തൽക്കാലം പ്രതി നിഷേധിക്കുക ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ നമുക്ക് കൂടുതൽ അന്വേഷണം നടത്തണം. പ്രതിഫലം കൈപ്പറ്റിയ കാര്യത്തെ കുറിച്ചുള്ള ഇയാൾ ഈ പ്രതി നമ്മളിപ്പോൾ ഇപ്പോൾ അറസ്റ്റായിരിക്കുന്ന അവസരം 4ാം പ്രതി ഇപ്പോൾ അത്തരം കാര്യങ്ങളിൽ അയാൾ തുറന്ന് സമ്മതിച്ചിട്ടില്ല. കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട്. ആ കാര്യത്തിൽ കസ്റ്റഡി വാങ്ങി കൂടുതൽ ചോദിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമല്ല വേറെ വിധത്തിൽ നമുക്ക് അന്വേഷിക്കാൻ പറ്റുമല്ലോ. നമ്മൾ ബാങ്ക് അവരുടെ കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളൊക്കെ ടെക്നിക്കലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അതിന് വേറെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? കേസിൽ നേരത്തെ അറസ്റ്റിലായ MS സൊല്യൂഷൻസിലെ അധ്യാപകരായ ഫഹദ്, ജിഷ്ണു എന്നിവർ റിമാൻഡിൽ തുടരുകയാണ്. മുഖ്യപ്രതിയായ MS സൊല്യൂഷൻ CEO ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണ്. ജനം, കോഴിക്കോട്.